ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ LDC പരീക്ഷയാ ഇനിയിപ്പോൾ വരാൻ വേണ്ടി പോകുന്ന LGS ആയാലും നമ്മുടെ സെക്രട്ടേറിയറ്റ് OA പോലുള്ള പരീക്ഷ, എന്തിന് ഡിഗ്രി പ്രിലിംസ് പരീക്ഷ, അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ഏരിയയാണ് SSCRT എന്ന് പറയുന്നത്. അപ്പൊ SSCRTയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്തു പോകുന്നത്. 9, 10, 11, അതായത് +1 ഈ 3 ക്ലാസ്സുകളിലെയും SCRTകൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇത് ക്ലാസ് ആയിട്ട് ചെയ്തു പോവുകയാണ്. കാരണം ഇത്രയും 3 ക്ലാസ്സുകളിലെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ പരീക്ഷകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ കുറച്ച് ടോപ്പിക്കുകളാണ് കവർ ചെയ്ത് നോക്കുന്നത്. കാരണം പരീക്ഷയിൽ നമുക്ക് ഏകദേശം ഒരു 10 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ പോകാം. ആദ്യം തന്നെ നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നോക്കുന്നത്. ഒന്ന്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തരത്തിലൊരു മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ആരാണ്? ജെയിംസ് ഓട്ടിസ്. മനസ്സിലാക്കുക, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, എവിടെ കേട്ടാലും ഓർക്കുക അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്നതാണ്. ആ ഒരു മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. ഇനി ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം ചോദിച്ചാൽ 13. അപ്പൊ ഇംഗ്ലണ്ടാണ് ഈ കോളനികളൊക്കെ സ്ഥാപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിദേശ ശക്തി എന്ന് സങ്കല്പിക്കുക. അപ്പൊ അവർ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എത്ര കോളനികൾ സ്ഥാപിച്ചു? 13 കോളനികളാണ് സ്ഥാപിച്ചത്. എത്രയാണ്? 13 കോളനികൾ. ഇനി ഇംഗ്ലീഷ് രാജാവിന്റെ മതപീഡനം മൂലം മെയ് ഫ്ലവർ എന്ന കപ്പലിലെത്തിയ ഇംഗ്ലീഷുകാരാണ് അമേരിക്കയിൽ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. മനസ്സിലാക്കുക, അമേരിക്കയിൽ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് ആരാണ്? അത് ഇംഗ്ലീഷിലെ രാജാവിന്റെ മതപീഡനം മൂലം മെയ് ഫ്ലവർ എന്ന കപ്പലിലെത്തിയ ഇംഗ്ലീഷുകാരാണ്. അതായത് ഇംഗ്ലണ്ടിൽ തന്നെ അവർക്ക് രാജാവിന്റെ അടുക്കുന്ന പലതരത്തിലുള്ള മതപീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഏറ്റ കുറച്ചു പേരെന്താണ് മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അവിടുന്ന് രാജ്യം വിട്ടു. അവര് അമേരിക്കയിലെത്തുകയും അവിടെ ആദ്യമായി അവർ എന്ത് ചെയ്തു? കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇവർ അറിയപ്പെടുന്നത് തീർത്ഥാടക പിതാക്കൾ എന്നാണ്. അപ്പൊ തീർത്ഥാടക പിതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? ഇപ്പൊ ഇംഗ്ലണ്ടിൽ നിന്ന് രാജാവിന്റെ മതപീഡനം മൂലം അമേരിക്കയിലെത്തി കോളനികൾ സ്ഥാപിച്ച ആൾക്കാരാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. തീർത്ഥാടക പിതാക്കൾ. അവർ സഞ്ചരിച്ച കപ്പലിന്റെ പേര് മെയ് ഫ്ലവർ എന്നാണ് എന്നുകൂടി ഓർത്തു വെക്കുക. ഇനി ഇംഗ്ലീഷുകാരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നയം ചോദിച്ചാൽ അതാണ് മെർക്കന്റലിസ്റ്റ് നയങ്ങൾ. ഇപ്പൊ ചോദിക്കും, മെർക്കന്റലിസ്റ്റ് നയങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ ബന്ധപ്പെടുന്നത്. മെർക്കന്റലിസ്റ്റ് നിയമം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലീഷുകാരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നയം വ്യക്തമായി പഠിച്ചു വെക്കുക. ഇംഗ്ലണ്ടുകാരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നയമാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെടുന്നു? അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്നു. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കുക. 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. എന്താണ്? ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ നിന്നും എത്ര പെട്ടി തേയിലകളാണ് റെഡ് ഇന്ത്യക്കാർ കടലിൽ എറിഞ്ഞു കളഞ്ഞതെന്ന് ചോദിച്ചാൽ 342 പെട്ടി. അതായത് ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലുണ്ട്. ഈ കപ്പലിൽ നിന്ന് 342 പെട്ടി തേയിലകൾ എന്ത് ചെയ്തു? റെഡ് ഇന്ത്യക്കാർ കടലിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് കൂടി ഓർക്കുക. ഇനി മറ്റൊരു കോട്ടാണ്, നമുക്ക് ചിലപ്പോൾ അടുത്ത പരീക്ഷകളിലൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള കോട്ടുകളാണ്. അതിവിടെ പഠിച്ചു വെച്ചിട്ട് പോണം. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. ഇങ്ങനെ പറഞ്ഞത് ജോൺ ആഡംസ്. ആരാണ്? ജോൺ ആഡംസ് ആണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. യുദ്ധം ആരംഭിക്കുന്നതിന് തന്നെ വിപ്ലവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആഡംസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു കോട്ടാണ്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ്.
അതായത് മനുഷ്യന് ചില മൗലികമായ അവകാശങ്ങളുണ്ട്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ജോൺ ലോക്ക്. ഇത് രണ്ടും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഉദാഹരണങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഏതെങ്കിലും ഒരു വിദേശ ശക്തി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓർക്കുക. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. ആരാണ്? തോമസ് പെയിൻ. അതായത് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന വിദേശ ശക്തിക്ക് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ. ആരാണ്? തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ. ഇനി അടുത്തത് ഈ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ട്, 1ഉം 2ഉം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഈ കോണ്ടിനെന്റൽ കോൺഗ്രസും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. 1ആം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ സമ്മേളിച്ച വർഷം 1774. എവിടെയാണ് സമ്മേളിച്ചത്? ഫിലാഡൽഫിയയിലാണ്. 1ആം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളിക്കുന്നത് ഫിലാഡൽഫിയയിലാണ് 1774. 2ആം കോണ്ടിനെന്റൽ കോൺഗ്രസും ഫിലാഡൽഫിയയിൽ തന്നെ 1775 ചേർന്നു. ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ കോണ്ടിനെന്റലിന്റെ സൈനിക തലവനായി ജോർജ് വാഷിംഗ്ടണെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ 2ആം കോണ്ടിനെന്റിൽ 1775 ഫിലാഡൽഫിയയിൽ ചേർന്നു. ഇവിടെ വെച്ച് സൈന്യ തലവനായി ജോർജ് വാഷിംഗ്ടണെ തെരഞ്ഞെടുത്തു. ഇനി കോമൺ സെൻസ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയി ചോദിച്ചു കാണുന്നതാണ് പരീക്ഷകളിൽ. കോമൺ സെൻസ് ഏതുമായി ബന്ധപ്പെടുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. കോമൺസ് അല്ല, കോമൺ സെൻസ്. കൃത്യമായി അങ്ങനെ തന്നെ പഠിക്കണം. കാരണം കോമൺസ് എന്നത് അടുത്ത ഒരു ഇതിൽ വരുന്നുണ്ട്. കോമൺ സെൻസ് എന്ന് തന്നെ പഠിക്കുക. അതൊരു ലഘുലേഖയാണ്. അത് തയ്യാറാക്കിയത് തോമസ് പെയിൻ ആണ്. അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം ഇംഗ്ലണ്ട് എന്ന് പറയുന്ന വൻശക്തിക്ക് കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ തോമസ് പെയിൻ ആണ് കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയ വ്യക്തി. അത് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്നു. ഇനി അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ടല്ലോ, അവര് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ വർഷം 1776 ജൂലൈ 4. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്കയിൽ 1776 ജൂലൈ 4 അവരെന്ത് ചെയ്തു? സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ആരാണ്? അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് 1776 ജൂലൈ 4. 1776 ജൂലൈ 4. ആരാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ അത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ വ്യക്തികൾ എന്ന് കൂടി പഠിക്കുക. ഇനി ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച വർഷം ചോദിച്ചാൽ 1781. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് 1781 എന്ന് മനസ്സിലാക്കുക. ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. ഈ ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടി ചോദിച്ചാൽ പാരീസ് ഉടമ്പടി 1783. ഇനി ആരാണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്? ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി. ആരാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ പ്രസിഡന്റ്? അത് ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജോർജ് വാഷിംഗ്ടൺ ആണ്. ഇത്രയുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി നമുക്ക് ബന്ധം. അടുത്തത് നമ്മൾ ഫ്രഞ്ചിലേക്ക് പോവാം. അടുത്തത് ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി 14 അപ്പൊ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. അദ്ദേഹം അത് മാത്രമല്ല അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. ആര്? ലൂയി 14. അടുത്തത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഇനി നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോയിനറ്റ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മേരി അന്റോയിനറ്റ്. ഇത് മൂന്നും ഓർക്കുക. കഴിഞ്ഞ LDC പരീക്ഷ കൊല്ലം കണ്ണൂർ പരീക്ഷകളിൽ ചോദിച്ച അതേ ചോദ്യം ഈ 3 പ്രസ്താവന തന്നിട്ടുണ്ട്, പഠിച്ചു വെക്കുക. അടുത്തത് 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായി കൊട്ടാരമാണ്. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായി കൊട്ടാരമാണെന്നറിയാം. ഇനി
ഫ്രഞ്ച് സമൂഹത്തെ എത്ര എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 3 എസ്റ്റേറ്റുകളായിട്ട് ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നു. ഒന്നാം എസ്റ്റേറ്റ് എന്നും രണ്ടാം എസ്റ്റേറ്റ് എന്നും മൂന്നാം എസ്റ്റേറ്റ് എന്നും പറഞ്ഞിട്ട്. ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണ്, രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാം എസ്റ്റേറ്റ്. ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും പഠിച്ചു വെക്കുക. പുരോഹിതന്മാരും പ്രഭുക്കന്മാരും. മൂന്നാം എസ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും തൊഴിലുകാരും, ഇങ്ങനെയുള്ള ആൾക്കാരാണ് മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. കച്ചവടക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്, അഭിഭാഷകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അധ്യാപകരുണ്ട്, ബാങ്കർമാരുണ്ട്. ഇങ്ങനെയുള്ള മധ്യവർഗവും കൂടെ കർഷകരും തൊഴിലുകാരും എന്നിവരടങ്ങുന്നതാണ് മൂന്നാം എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്രഞ്ച് ചിന്തകന്മാർ ചോദിച്ചാൽ, ഫ്രഞ്ച് ചിന്തകന്മാർ വോൾട്ടയറും റൂസോയും മൊണ്ടസ്ക്യൂ. ഈ 3 പേരും ഓർത്തു വെക്കുക. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ. ഇതിൽ ഈ ഫ്രഞ്ച് ചിന്തകന്മാരിൽ പെടാത്ത ആളുകളെ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അതിൽ ഈ 3 പേരും ഉണ്ടെന്ന് ഓർക്കുക. വോൾട്ടയറും ഉണ്ട്, റൂസോയും ഉണ്ട്, മൊണ്ടസ്ക്യൂ ഉണ്ട്. ഇനി വോൾട്ടയർ എന്താണ് പറഞ്ഞത്? വോൾട്ടയർ പറഞ്ഞത് യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് വോൾട്ടയർ. യുക്തിചിന്തയെയും സമത്വത്തെയും മനുഷ്യ സ്നേഹത്തെയും പ്രോത്സാഹിപ്പിച്ചത് വോൾട്ടയർ ആണ്. എന്നാൽ റൂസോ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പ്രഖ്യാപിച്ചത് റൂസോയാണ്. റൂസോ. അതുപോലെ സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നുകൂടി പ്രസ്താവിച്ചിട്ടുണ്ട് റൂസോ. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നുകൂടി പ്രസ്താവിച്ചു. ഇനി മൊണ്ടസ്ക്യൂ ഗവൺമെന്റിനെ നിയമനിർമ്മാണമെന്നും കാര്യനിർവഹണമെന്നും നീതിന്യായമെന്നും വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച വ്യക്തിയാണ് മൊണ്ടസ്ക്യൂ. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം ഇങ്ങനെ 3ആയി തിരിക്കണമെന്ന് വാദിച്ച വ്യക്തി മൊണ്ടസ്ക്യൂ. ഇനി നമ്മൾ 3 എസ്റ്റേറ്റുകളെ പറഞ്ഞു. അതിൽ മൂന്നാമത്തെ എസ്റ്റേറ്റ്, അതായത് ഏറ്റവും ആദ്യം പുരോഹിതന്മാർ, പിന്നീട് പ്രഭുക്കന്മാർ, അത് കൂടാതെ ബാക്കി വരുന്ന മുഴുവൻ ആൾക്കാരും മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് വരുന്നത്. അവരാണ് കോമൺസ് എന്നറിയപ്പെടുന്നത്. കോമൺസ്, സാധാരണക്കാർ, കോമൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ കോമൺ സെൻസ് എന്ന് പറയുന്നത് കണ്ടു, തോമസ് പെയിന്റെ. അതുകൊണ്ടാണ് പറഞ്ഞത് കോമൺസും കോമൺ സെൻസും രണ്ടാണ്, മറ്റേത് ലഘുലേഖയാണ്. ഇവിടെ ഒരു മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് കോമൺസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷമാണ് 1789. 1789 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ആര്? ലൂയി 16 എന്ന് ഓർക്കുക. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായി ബന്ധപ്പെടുന്നു? ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബന്ധപ്പെടുന്ന ഓർക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ തയ്യാറാക്കിയ എസ്റ്റേറ്റ് ചോദിച്ചാൽ മൂന്നാം എസ്റ്റേറ്റ് ആണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ തയ്യാറാക്കിയത്. മൂന്നാമത്തെ എസ്റ്റേറ്റ്, അതായത് കോമൺസ് എന്ന് പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ തയ്യാറാക്കിയത്. എപ്പോ? 1789 ജൂൺ 20. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ തയ്യാറാക്കിയത്. ആര്? മൂന്നാമത്തെ എസ്റ്റേറ്റ് അഥവാ കോമൺസ് എന്നറിയപ്പെടുന്നവർ. ഇനി 1789 ജൂലൈ 14 ഓർക്കുക. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത്. അപ്പൊ എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം എന്ന് ചോദിച്ചാൽ 1789 ജൂലൈ 14. വ്യക്തമായി പഠിച്ചു വെക്കുക. 1789 ജൂലൈ 14. അന്ന് 3 മുദ്രാവാക്യങ്ങളാണ്: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് 3ഉം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. എന്ന് ഓർത്തേക്കുക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ മുദ്രാവാക്യങ്ങളോട് മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ എന്ത് ചെയ്തു? ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൻ ജയിൽ തകർത്തു. ബൂർബൻ രാജവാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്, അതിന്റെ പ്രതീകമായിരുന്നു ബാസ്റ്റിൽ ജയിൽ. അത് തകർത്തുകൊണ്ടാണ് വിപ്ലവകാരികൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം എന്ന രീതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നത്. 1789 ഓഗസ്റ്റ് 14 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1789 ഓഗസ്റ്റ് 14 ഒരു മാസത്തിന് ശേഷം എന്താണ്? ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1789 ഒക്ടോബർ മാസത്തിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണ്ട എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണ്ട എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുത്ത ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഇപ്പോഴാണ് 1792 സെപ്റ്റംബറിൽ എന്ത് ചെയ്തു?
പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുത്ത ഒരു ദേശീയ കൺവെൻഷൻ എന്ത് ചെയ്തു? ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി തെരഞ്ഞെടുത്തു. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഫ്രഞ്ച് വിപ്ലവമാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണെന്ന് ഓർക്കുക. വിപ്ലവങ്ങളുടെ മാതാവ് ഫ്രഞ്ച് വിപ്ലവം. 1793 ജൂലൈയിൽ റോബസ്പിയറുടെ നേതൃത്വത്തിൽ പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ഓർക്കുക, ആരാണ്? റോബിസ്പിയർ. 1793 ജൂലൈ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്ന മറ്റൊരു വ്യക്തി റോബിസ്പിയർ. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ പൊതു സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു മിറാബോയും ഡാൻഡനും മിറാബോയും ഇതിലെ അംഗങ്ങളായിരുന്നു എന്ന് കൂടി ഓർക്കുക. അപ്പൊ 1793 ജൂലൈയിലാണ് റോബിസ്പിയറുടെ നേതൃത്വത്തിൽ പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച. ആരുടെ നേതൃത്വത്തിൽ? റോബിസ്പിയർ. ഇവരുടെ അംഗങ്ങളാണ് മിറാബോയും ഡാൻഡനും. ശത്രുക്കൾ എന്ന് തോന്നിയവരെ എല്ലാവരെയും ഇവർ എന്ത് ചെയ്തു? ഗില്ലറ്റിന് ഉപയോഗിച്ച് വധിച്ചു. ശത്രുക്കൾ എന്ന് തോന്നിയവരെല്ലാവരെയും ഗില്ലറ്റിന് ഉപയോഗിച്ച് വധിച്ചു. ലൂയി 16 ഭാര്യ മേരി അന്റോയിനറ്റും ഗില്ലറ്റിനിരയായി. അവസാനം റോബിസ്പിയർ കൂടി ഗില്ലറ്റിന് ഇരയായി എന്ന് പറയുന്നു. 1794 വരെ ജൂലൈ വരെ നീണ്ടുന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. ഭീകരവാഴ്ച ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു എന്ന് ഓർക്കുക. 1793 ജൂലൈയിൽ തുടങ്ങി 1794 ജൂലൈ വരെ നീണ്ടുന്ന ഈ ഭരണമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. ഓർത്തു വെക്കുക. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തത് ടിപ്പു സുൽത്താനാണ്. ആരാണ്? ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. ആര്? ടിപ്പു സുൽത്താനാണ്. ടിപ്പു. ഇനി നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചത് 1799. യൂറോപ്യൻ സഖ്യസേനയോട് നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. യൂറോപ്യൻ സഖ്യസേനയോട് നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധം. 1815 വാട്ടർലൂ യുദ്ധം. റോമിലെ നിയമദാതാവായ ജസ്റ്റീനിയനുമായി താരതമ്യം ചെയ്യുന്നത് നെപ്പോളിയനാണ്. റോമിലെ നിയമദാതാവായ ജസ്റ്റീനിയനുമായി താരതമ്യം ചെയ്യുന്നത് നെപ്പോളിയനെയാണ് എന്ന് ഓർക്കുക. അടുത്തത്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് മെറ്റേർണിക് ആണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് മെറ്റേർണിക്, ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേർണിക് ആണ്. ഇനി സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി രചിച്ചത് റൂസോ ആണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി രചിച്ചിരിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക. സോഷ്യൽ കോൺട്രാക്ട്. അടുത്തത്, ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കി വെച്ചത് ആരാണ്? സ്പെയിൻ ആണ്. ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കി വെച്ചത് സ്പെയിൻ ആണ്. സ്പെയിൻ. മാച്ചു പിച്ചു സാംസ്കാരികത തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. ലാറ്റിൻ അമേരിക്ക തെക്കേ അമേരിക്കയുടെ ഭാഗമാണ്. മാച്ചു പിച്ചു സാംസ്കാരികത എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയിലാണ് എന്ന് ഓരോക്കെ ചോദിക്കും. മാച്ചു പിച്ചു സാംസ്കാരികത തെക്കേ അമേരിക്കയിലാണ്. വിമോചകൻ എന്നും തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടണും എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ ആണ്. സൈമൺ ബൊളിവർ. വിമോചകൻ എന്നും തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നും അറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ ആണ് എന്ന് ഓർക്കുക. അടുത്ത്, വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് സൈമൺ ബൊളിവർ ആണ്. അപ്പൊ വിമോചകൻ എന്നും തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടണും എന്ന് അറിയപ്പെടുന്ന സൈമൺ ബൊളിവർ ആണ് വെനസ്വേലയെയും കൊളംബിയയെയും ഇക്വഡോറിനെയും പെറുവിനെയും സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചത്. അടുത്തത്, തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് എന്താണ്? തെക്കേ അമേരിക്കയുണ്ട്, മധ്യ അമേരിക്കയുണ്ട്, വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉണ്ട്. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജോസെ ഡിസാൻ മാർട്ടിൻ ആണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജോസെ ഡിസാൻ മാർട്ടിൻ ആണ് എന്ന് ഓർക്കുക. ചിലി, അർജന്റീന എന്നീ രാജ്യങ്ങൾ മോചിപ്പിച്ചതും ജോസെ ഡിസാൻ മാർട്ടിൻ ആണ്. ജോസെ ഡിസാൻ മാർട്ടിൻ ആണ് എന്നാണ് പഠിച്ചു വെക്കുക. അടുത്ത റഷ്യൻ വിപ്ലവം നോക്കാം. വിപ്ലവ സമയത്ത് റഷ്യ ഭരിച്ചിരുന്ന രാജവംശമാണ് സർ ചക്രവർത്തി. റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യ ഭരിച്ചിരുന്ന രാജവംശം സർ ചക്രവർത്തിയാണെന്ന് ഓർക്കുക. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ റഷ്യയിൽ രൂപം കൊണ്ട സംഘടനയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. അപ്പൊ തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ റഷ്യയിൽ രൂപം കൊണ്ട സംഘടന സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഏതൊക്കെ പാർട്ടികളായാണ് വിഭജിച്ചത്? ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ത് ചെയ്തു? മറ്റു പാർട്ടികളൊക്കെ ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. രണ്ടായിട്ട്, മെൻഷെവിക്കെന്നും ബോൾഷെവിക്കെന്നും രണ്ടായി വിഭജിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് മെൻഷെവിക്കെന്നും ബോൾഷെവിക്കെന്നും രണ്ടായി വെച്ചു. മെൻഷെവിക് എന്ന് പറയുന്നത് ന്യൂനപക്ഷവും ബോൾഷെവിക് എന്ന് പറയുന്ന ഭൂരിപക്ഷവും.
മെൻ എന്ന് പറയുന്നത് ന്യൂനം, ഇൻ വരും. ബോൾഷെവിക് എന്ന് പറയുന്നത് ഭൂരിപക്ഷം. ഒന്ന് ഓർത്ത് വെക്കുക. ബോൾഷെവിക് പാർട്ടിക്ക് രൂപം, അതായത് ഭൂരിപക്ഷ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമാണ്. ബോൾഷെവിക് എന്ന ഭൂരിപക്ഷ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവരാണ്. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയുമാണ്. അലക്സാണ്ടർ കെരൻസ്കി. ന്യൂനപക്ഷ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി. റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് 1905-ലാണ്. റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ എന്ത് ചെയ്തു? 1905-ൽ റഷ്യ പരാജയപ്പെട്ടു. രക്തരൂഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്ന ദിവസമാണ് 1905 ജനുവരി 9. 1905 ജനുവരി 9 രക്തരൂഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നു. ഇത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. രക്തരൂഷിതമായ ഞായറാഴ്ച എന്തുമായി ബന്ധപ്പെടുന്നു? അത് റഷ്യൻ വിപ്ലവം. അതുപോലെ തന്നെ മെൻഷെവിക് എന്നതും ബോൾഷെവിക് എന്നതും റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. മെൻഷെവിക് എന്ന് പറയുന്നത് അലക്സാണ്ടർ കെരൻസ്കിയും ട്രോട്സ്കിയും ട്രോട്സ്കിയും ലെനിനും എന്നുകൂടി പഠിച്ചു വെക്കുക. അതുപോലെ രക്തരൂഷിതമായ ഞായറാഴ്ച 1905 ജനുവരി 9, 1905 ജനുവരി 9 എന്നുകൂടി അവിടെ പഠിച്ചു വെക്കാം. ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്താണ് നമ്മളെ രക്തരൂഷിതമായ ഞായറാഴ്ച നടന്നതെന്ന് അങ്ങ് ഓർക്കുക. ഇനി രക്തരൂഷിത ഞായറാഴ്ചക്ക് വേദിയായ നഗരം ചോദിച്ചാൽ പെട്രോഗ്രാഡ് ആണ്. പെട്രോഗ്രാഡ്. രക്തരൂഷിത ഞായറാഴ്ചക്ക് വേദിയായ നഗരം പെട്രോഗ്രാഡ് ചോദിക്കാം, പഠിച്ചു വെക്കുക. ഇനി റഷ്യൻ വിപ്ലവ ഭാഗമായി തൊഴിലാളികൾ രൂപീകരിച്ച സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് സോവിയറ്റുകൾ എന്നാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ രൂപീകരിച്ച സംഘങ്ങളാണ് സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നത്. സോവിയറ്റ്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917 മാർച്ച് 8. 1917 മാർച്ച് 8. മാർച്ച് 8ന്റെ പ്രത്യേകത അറിയാലോ. അതിന്റെ സമയത്ത് 1917-ലാണ് റഷ്യയിൽ വിപ്ലവം നടന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റൊരു പേരാണ് ഫെബ്രുവരി വിപ്ലവം. ഓർത്തു വെക്കുക, റഷ്യൻ വിപ്ലവത്തിന്റെ മറ്റൊരു പേര് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. ഫെബ്രുവരി വിപ്ലവം, റഷ്യൻ വിപ്ലവം. രക്തരൂഷിത ഞായറാഴ്ച, റഷ്യൻ വിപ്ലവം എന്നങ്ങനെ ഓർത്തു വെക്കുക. ഈ ബോക്സിൽ തന്നിരിക്കുന്ന ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകെയിൻ എന്ന് പറയുന്ന റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ എന്ന് പറയുന്നത്. സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിൽ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. ഇതൊരു നിശബ്ദ സിനിമയാണ്. അതായത് സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത നിശബ്ദ സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ എന്ന് പറയുന്നത്. അതായത് സർ ചക്രവർത്തിമാരുടെ ഭരണകാലത്തിൽ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് സിനിമ രൂപം കൊണ്ടത്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടൻകീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐസൻസ്റ്റീൻ ആണ്. ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐസൻസ്റ്റീൻ ആണ് എന്ന് ഓർത്തു വെക്കുക. അതാണ് ബോക്സിലുള്ളത്. ഇനി റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ റഷ്യൻ ചക്രവർത്തിയാണ് നിക്കോളാസ് രണ്ടാമൻ. നിക്കോളാസ് രണ്ടെന്നാണ് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ റഷ്യൻ ചക്രവർത്തിയാണ്. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് ആരുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്? അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെന്റ് ആണ് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിലേക്ക് എത്തിയത്. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അപ്പൊ ഒക്ടോബർ വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ റഷ്യയിലാണ്. അപ്പൊ ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും എന്താണ്? റഷ്യയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് ഓർക്കുക. റഷ്യയിലാണ് ഒക്ടോബർ വിപ്ലവം നടന്നത്. 1917 ഒക്ടോബറിലാണ് ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. റഷ്യയിൽ പുതുതായി ഭരണഘടന നിലവിൽ വരികയും തുടർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകൃതമാവുകയും ചെയ്ത വർഷം 1924-ലാണ്. 1924-ലാണ് സോവിയറ്റ് യൂണിയൻ, USSR എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്ത് നിലവിൽ വന്നത്. റഷ്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന ശേഷമാണ് സോവിയറ്റ് യൂണിയൻ രൂപീകൃതമായത് എന്നുകൂടി പഠിച്ചു വെക്കുക. അടുത്ത് ചൈനീസ് വിപ്ലവ സമയത്ത് ചൈന ഭരിച്ചിരുന്ന രാജവംശമാണ് മഞ്ജു രാജവംശം. അപ്പൊ റഷ്യ കഴിഞ്ഞു, അടുത്ത് നമ്മൾ ചൈനീസ് വിപ്ലവത്തിലേക്കാണ്. ചൈനീസ് വിപ്ലവ സമയത്ത് ചൈന ഭരിച്ചിരുന്ന രാജവംശം ചോദിച്ചാൽ മഞ്ജു രാജവംശമാണ്. മഞ്ജു രാജവംശം. 2 ബോക്സ് ആണ് ചിലപ്പോൾ ചോദിക്കാം, അതുകൊണ്ടാണ് ബോക്സിലെ കാര്യങ്ങൾ എടുത്ത് ഇവിടെ ഇടുന്നത്. ഒന്ന് കറുപ്പ് വ്യാപാരമാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും അതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. ആ കറുപ്പുമായി ബന്ധപ്പെടുന്ന കറുപ്പ് വ്യാപാരം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെടുന്നത് മാത്രം പഠിച്ചാൽ മതി. ഇനി തുറന്ന വാതിൽ നയമുണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചേക്ക്. തുറന്ന വാതിൽ നയം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി.
എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹെയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. അതായത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിലേക്ക് ശ്രദ്ധിക്കാൻ ആർക്ക് കഴിഞ്ഞിരുന്നില്ല? അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. ഈ ആനുകൂല്യങ്ങൾ അമേരിക്കയിൽ ലഭിച്ചുമില്ല. തുടർന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹെയ് ഒരു നയം പ്രഖ്യാപിക്കുന്നത്. ആ നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ കൂടുതൽ അവസരമൊരുക്കുക എന്നായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം. അതായത് എല്ലാ രാജ്യങ്ങൾക്കും ഈ തുറന്ന വാതിൽ നയം അനുസരിച്ച് തുല്യ അവകാശവും അവസരമാണെന്ന് അമേരിക്ക വാദിച്ചു. ആ കിട്ടിയ സമയത്ത് മറ്റു രാജ്യങ്ങളെ പോലെ അമേരിക്ക എന്ത് ചെയ്തു? അതിലേക്ക് കടന്നു കയറി പല രീതിയിലുള്ള ഇടപെടൽ അവിടെ ഒരു ചൈനയിൽ ഇടപെടാനുള്ള അവസരവും ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുക. ഇനി ബോക്സർ കലാപം ചൈനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നോക്കുക. ചൈനീസ് വിപ്ലവ സമയത്താണ് ബോക്സർ കലാപം. 1900-ലാണ് ബോക്സർ കലാപം. 1900-ൽ ബോക്സർ കലാപം നടന്നെന്ന് ഓർക്കുക. ഇനി 1911-ൽ ആരുടെ നേതൃത്വത്തിലാണ് ചൈനീസ് വിപ്ലവം നടന്നത്? ഡോക്ടർ സൺ യാത്സന്റെ നേതൃത്വത്തിലാണ് ചൈനീസ് വിപ്ലവം 1911. 1911 നമ്മുടെ എന്താണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം. ആ സമയത്ത് ചൈനീസ് വിപ്ലവം ആരുടെ നേതൃത്വത്തിൽ? ഡോക്ടർ സൺ യാത്സന്റെ നേതൃത്വത്തിൽ എന്ന് ഓർക്കുക. 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് ചൈനയിൽ ലോങ് മാർച്ച് 1934-ൽ സംഘടിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിലാണ് 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് ചൈനയിൽ ലോങ് മാർച്ച് 1934 സംഘടിപ്പിച്ചത് മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന ജനകീയ റിപ്പബ്ലിക് ആയത് 1949 ഒക്ടോബർ 1-നാണ്. ചൈന ജനകീയ റിപ്പബ്ലിക് ആയത് 1949 ഒക്ടോബർ 1. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 2 വർഷത്തിന് ശേഷം നമ്മൾ റിപ്പബ്ലിക് ആകുന്നതിനുള്ള ഒരു 3 മാസം മുമ്പ് ആണ് ചൈന ജനകീയ റിപ്പബ്ലിക് ആയത് 1949 ഒക്ടോബർ 1-നാണ്. ആരുടെ നേതൃത്വത്തിൽ? മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിലാണെന്ന് ഓർക്കുക. ഇനി നമ്മൾ സന്യാസന്റെ ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്നത്. സന്യാസന്റെ ആശയങ്ങൾ ദേശീയതയെന്നും ജനാധിപത്യമെന്നും സോഷ്യലിസം എന്നറിയപ്പെടുന്നു. സന്യാസന്റെ ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അടുത്ത ഈ ഏരിയ അങ്ങ് തീർത്ത് ഇനി അടുത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കൃഷിയിടങ്ങൾ കുറ്റിക്കാടുകളായി തീർന്നിരിക്കുന്നു, കർഷകർ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നിങ്ങനെ പറഞ്ഞത് വില്യം ഫുള്ളർട്ടിൻ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ കൃഷിയിടങ്ങൾ കുറ്റിക്കാടുകളായി തീർന്നിരിക്കുന്നു, കർഷകർ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ആര് പറഞ്ഞു? വില്യം ഫുള്ളർട്ടിൻ. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥയാണ് റയട്ട് വാരി എന്ന് പറയുന്നത്. എന്താണ്? ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥയാണ് റയട്ട് വാരി എന്ന് പറയുന്നത്. ഇനി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണെങ്കിൽ അത് മഹൽവാരി വ്യവസ്ഥയാണ്. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയത് റയട്ട് വാരിയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ മഹൽവാരിയും മറ്റു സ്ഥലത്ത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് ജോൺ ഷോർ എന്ന് പറയുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥൻ ജോൺ ഷോർ. ഇനി ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ള് നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് DG ടെണ്ടുൽക്കർ ആണ്. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ള് നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് DG ടെണ്ടുൽക്കർ ആണ്. അതുപോലെ മലബാർ കലാപ സമയത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് ആരാണ്? അത് കനോലി പ്രഭു. മലബാർ കലാപ സമയത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് ആണ് കനോലി പ്രഭു. ഇനി ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന ഏത് കുന്നിന്റെ താഴ്വരയിലാണ് ഗോത്രവംശമായ സാന്താൾമാർ ജീവിച്ചിരുന്നത്? രാജ്മഹൽ കുന്ന്. ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ എന്നീ കിടക്കുന്ന പരന്നു കിടക്കുന്ന കുന്നിന്റെ താഴ്വരയിലാണ് ഗോത്രവംശമായ സാന്താൾമാർ ജീവിച്ചിരുന്നത്. രാജ്മഹൽ കുന്നിൽ. സാന്താൾ കലാപം നടന്ന വർഷമാണ് 1855. 1855 എന്ന് പറയുന്ന ആ ഒരു വർഷമൊട്ട് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവുമാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഇത് 3 ഓർത്ത് വെക്കുക. 1855 രാജ്മഹൽ കുന്ന്, സിദ്ധു, കാനു, സാന്താൾ കലാപം. അടുത്തത് കുറിച്യ കലാപം നടന്ന വർഷം 1812 ആണ്. 1812 കുറിച്യ കലാപം നടക്കുന്നത്. നേതൃത്വം നൽകിയത് രാമനമ്പി എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. രാമൻ നമ്പിയാണ് നേതൃത്വം നൽകിയത്. അത് രാമനമ്പി എന്ന് കൂടി അറിയപ്പെടും.
കുറിച്ച കലാപ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ TH ബേബർ ആണ്. TH ബേബർ. കുറിച്ച കലാപം 1812 തലശ്ശേരി സബ് കളക്ടർ TH ബേബർ ആണെന്ന് ഓർക്കുക. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് TH ബേബർ ആണ്. അതായത് കുറിച്ച കലാപത്തെ കുറിച്ച് TH ബേബർ നടത്തിയ ഒരു അഭിപ്രായമാണ്, ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറയുന്നത് TH ബേബർ. TH ബേബർ. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇന്ത്യൻ തുണി വ്യവസായത്തിലെ തകർച്ചയോട് പ്രതികരിച്ചത് വില്യം ബെന്റിക് ആണ്. വില്യം ബെന്റിക് ആണ് ഇങ്ങനെ പറഞ്ഞത്, ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയോട് പ്രതികരിച്ചത് വില്യം ബെന്റിക് ആണ്. വില്യം ബെന്റിക്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യത്തെ രക്തസാക്ഷി ചോദിച്ചാൽ മംഗൾ പാണ്ഡെ ആണ്. ബാരക്പൂർ ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ബാരക്പൂർ റെജിമെന്റിലെ ഒരു പട്ടാളക്കാരനാണ് ആര്? മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. ഇനി കലാപസ്ഥലവും നേതാക്കന്മാരാണ്. ഡൽഹി കേന്ദ്രമാക്കി ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹിയിലെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമനും. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ലക്നൗ ബീഗം ഹസ്രത് മഹൽ. കാൺപൂർ താന്തിയ തോപ്പിയും നാനാ സാഹിബും. കാൺപൂരിൽ താന്തിയ തോപ്പിയും നാനാ സാഹിബുമാണ്. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഇനി INC രൂപീകരിച്ച വർഷം എപ്പോഴാണ്? 1885 72 അംഗങ്ങളുമായി INC രൂപീകരിക്കുന്നത്. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് INC എന്ന് പറയുന്നത്. INC രൂപീകരിച്ച വർഷം 1885 72 അംഗങ്ങളാണ്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങൾ വിശദീകരിക്കുന്ന ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി അവതരിപ്പിച്ച പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങൾ വിശദീകരിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അത് ചോർച്ചാ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. ചോർച്ചാ സിദ്ധാന്തം എന്നത് ദാദാഭായ് നവറോജി അവതരിപ്പിച്ച പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ. ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ബംഗാൾ കഴ്സൺ നടത്തിയ വർഷം, അതായത് ബംഗാൾ വിഭജനമാണ്. ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭു നടത്തിയ വർഷമാണ് 1905. 1905 ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭു നടത്തുന്നത്. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തുന്നതെന്ന് ഓർക്കുക. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നാണ് ബാലഗംഗാധര തിലകൻ അറിയപ്പെടുന്നത്. ഇങ്ങനെ വിശേഷിപ്പിച്ച് അതായത് വാലന്റൈൻ ഷിറോൾ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്. അദ്ദേഹത്തിന്റെ ഇങ്ങനെ എഴുതിയ ഒരു കൃതിയാണ് വാലന്റൈൻ ഷിറോൾ എഴുതിയ കൃതിയാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ്. അതുപോലെ ലോകമാന്യ എന്ന വിശേഷണമുള്ള നേതാവും തിലകനാണ്. ലോകമാന്യ എന്ന വിശേഷണമുള്ള നേതാവ് തിലകനാണ് എന്ന് ഓർക്കുക. ഇനി ആരൊക്കെയാണ് മിതവാദി നേതാക്കൾ? ഇപ്പൊ പരീക്ഷയിലൊക്കെ ചോദിക്കുന്നുണ്ട് മിതവാദി, താഴെ തന്നിരിക്കുന്നതിൽ മിതവാദി നേതാക്കൾ അല്ലാത്തത് അല്ലെങ്കിൽ മിതവാദി നേതാക്കൾ ആര് എന്നൊക്കെ. അതിലൊന്ന് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ് ബാനർജി, റാഷ് ബിഹാരി ഘോഷ്, MG റാനഡെ, ഫിറോസ് ഷാ മേത്ത, മദൻ മോഹൻ മാളവ്യ, P ആനന്ദചാർലു, AO ഹ്യൂം എന്നിവരാണ് മിതവാദ നേതാക്കൾ എന്ന് ഓർക്കുക. മിതവാദി നേതാക്കൾ ദാദാഭായ് നവറോജി ഉണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട്, സുരേന്ദ്രനാഥ ബാനർജി ഉണ്ട്, റാഷ് ബിഹാരി ഘോഷ് ഉണ്ട്, MG റാനഡെ ഉണ്ട്, ഫിറോസ് ഷാ മേത്ത, മദൻ മോഹൻ മാളവ്യ, P ആനന്ദചാർലു, AO ഹ്യൂം. ഇനി തീവ്രവാദി നേതാക്കളാണെങ്കിൽ ലാലാ ലജ്പത് റായി, ബാലഗംഗാധര തിലകൻ, വിപിൻ ചന്ദ്രപാൽ, അരവിന്ദോ ഘോഷ്. ലാൽ, ബാൽ, പാൽ എന്ന് പറയും. ലാൽ, ബാൽ, പാൽ, ഇത് മൂന്ന് പേരും ലാലാ ലജ്പത് റായി, ബാലഗംഗാധര തിലകൻ, വിപിൻ ചന്ദ്രപാൽ തീവ്രവാദി, കൂടെ അരവിന്ദോ ഘോഷും. അങ്ങ് പഠിച്ചു വെക്കുക. ഇനി തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാരാണ്? VO ചിദംബരം പിള്ളയാണ്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് VO ചിദംബരം പിള്ള. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി VO ചിദംബരം പിള്ള ആരംഭിക്കുന്നത്. ആരാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിക്കുന്നത്? VO ചിദംബരം പിള്ള. 1906 ബംഗാൾ വിഭജനത്തിന് ശേഷം സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി VO ചിദംബരം പിള്ള ആരംഭിക്കുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നതും VO ചിദംബരം പിള്ളയാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. ഇന്ത്യയെ കണ്ടെത്തൽ എന്നത് ആരുടെ കൃതിയാണ്?
ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ് എന്ന് ഓർത്ത് വെക്കുക. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാരാണ്? വില്യം ജോൺസ്. ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സും. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാഥൻ ഡങ്കനുമാണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നത് ജൊനാഥൻ ഡങ്കൻ. അടുത്തത്, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. ആരാണ്? മെക്കാളെ പ്രഭു. അതായത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരാണ്, എന്നാൽ അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം 1835 ആണ്. 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്. അടുത്തത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കി. ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം ബ്രിട്ടീഷ് ഗവൺമെന്റ് 1856 പാസാക്കി. ഇനി ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യ വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ്? പണ്ഡിത രമാബായി. മുംബൈയിലാണ്. പണ്ഡിത രമാബായി മുംബൈയിലാണ് ശാരദാ സദൻ സ്ഥാപിക്കുന്നത്. ശാരദാ സദൻ പണ്ഡിത രമാബായി മുംബൈയിൽ. പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ പ്രസ്ഥാനമാണ് യങ് ബംഗാൾ പ്രസ്ഥാനം. പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യ പ്രസ്ഥാനം യങ് ബംഗാൾ പ്രസ്ഥാനം. സ്ഥാപിച്ചത് ഹെൻറി വിവിയൻ ഡെറോസിയ. യങ് ബംഗാൾ പ്രസ്ഥാനം സ്ഥാപിക്കുന്നത് ഹെൻറി വിവിയൻ ഡെറോസിയ. പാശ്ചാത്യ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ പ്രസ്ഥാനമാണ് യങ് ബംഗാൾ പ്രസ്ഥാനം. അടുത്തത്, പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പരിഷ്കർത്താക്കളും ആശയങ്ങളുമാണ്. അതിൽ ആര്യ സമാജം എന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്ഥാപിക്കുന്നത്. ആര്യ സമാജത്തിന്റെ വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം ദയാനന്ദ സരസ്വതി. വിഗ്രഹാരാധനയും ശൈശവിവാഹം എന്നിവയെ എതിർത്തു. അടുത്തത്, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യ ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അടുത്ത്, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു. അടുത്തത്, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു. അടുത്തത്, തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ഹിന്ദുമതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു. ഹിതകാരിണി സമാജം വീരേശലിംഗമാണ്. ഹിതകാരിണി സമാജം തിയോസഫിക്കൽ ആനി ബസന്റ്. ഹിതകാരിണി സമാജം വീരേശലിംഗം വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തി. സത്യശോധക് സമാജ് ജ്യോതിബാ ഫുലെ. സത്യശോധക് സമാജ് ജ്യോതിബാ ഫുലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നാക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായിക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായിക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെ എതിർത്തു. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു എന്നുകൂടി ഇവിടെ പഠിച്ചു നോക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. 1835 ചാൾസ് മെറ്റ്കാഫ് ആണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത്. ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയ വർഷമാണ് 1823. ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയ വർഷം 1823 ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ്. അടുത്തത്, സമ്പാദ് കൗമുദി. ബംഗാളിയിൽ സമ്പാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ പത്രങ്ങൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സമ്പാദ് കൗമുദി ബംഗാളി ഭാഷ, മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ്. അടുത്ത, പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ് 1878. അടുത്ത്, വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗമാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് വിശേഷിപ്പിച്ചത് വീരേശലിംഗം. അതുപോലെ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും രാജാറാം മോഹൻ റോയ്. അതുപോലെ പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയുമെന്ന് പറഞ്ഞത് കേശവ് ചന്ദ്ര സെനാണ്. പണക്കാരനും പാവപ്പെട്ടവരും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. ഇങ്ങനെ പറഞ്ഞത് കേശവ് ചന്ദ്ര സെനാണ്.
അടുത്ത സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള നടപടി എന്ന് പറയുന്നത് പണ്ടുകൾ പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഒന്ന്, 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി. അതായത് സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള നടപടിയാണ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി. പെൺ ശിശുഹത്യ നിരോധിച്ചു, സതി നിരോധിച്ചു, വിധവാ പുനർവിവാഹം നടപ്പിലാക്കി, അടിമത്തം നിരോധിച്ചു, ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു എന്ന് കൂടിയാണ് ഇതിൽ എടുത്തു പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കണം. ഇനി ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായത് 1844 ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1844 സ്ഥാപിതമായി. ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ് ഗോവിന്ദ് റാനഡെ എന്നിവരാണ് അത് സ്ഥാപിക്കാനുള്ള മുൻകൈ എടുത്ത ആളുകൾ. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1844, അംഗങ്ങൾ നേതാക്കൾ ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ് ഗോവിന്ദ് റാനഡെ. ആസ്ഥാനം പൂനെയാണ്. ആസ്ഥാനം പൂനെ. പഠിച്ചു നോക്കുക, ആസ്ഥാനം പൂനെ ചോദിക്കും. മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് 1916 DK കാർവെയാണ്. മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് 1916 DK കാർവെ. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്, ബംഗാളില്. വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ് ടാഗോർ, ബംഗാള്. ഇനി ജാമിയ മിലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഡോക്ടർ സക്കീർ ഹുസൈനും MA അൻസാരിയും ചേർന്നാണ്. എവിടെ? അലിഗഡിലാണ്. അലിഗഡിൽ ജാമിയ മിലിയ ഇസ്ലാമിയ, മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവർ അലിഗഡിലാണ്. ഈ പേര് ഓർത്ത് വെക്കണം, ചോദിക്കും. അടുത്ത വാർത്താ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചതാരാണ്? ഗാന്ധിജിയാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനായി ഗാന്ധിജി കൊണ്ടുവന്നതാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി 1937. അതൊരു നയ്യം താലീം എന്ന് പറയുന്ന ആരുടെ പദ്ധതിയാണ്? അതും ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പരിപാടി. നയ്യം താലീം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെയാണ്. അടുത്തത് സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി നോവലാണ് ആനന്ദമഠം. സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവൽ ആനന്ദമഠം. നീൽ ദർപ്പൺ എഴുതിയതാരാണ്? അത് ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന് പറയുന്ന കൃതി എഴുതിയിരിക്കുന്നത്. അടുത്ത് സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ സമ്മേളനം കൽക്കത്തയിൽ ചേർന്ന വർഷം 1883. സുരേന്ദ്രനാഥ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ സമ്മേളനം കൊൽക്കത്തയിൽ ചേർന്നത് 1883. ഇനി ഭാരത് മാത എന്ന ജലച്ചായം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ഭാരത് മാത ജലച്ചായം അബനീന്ദ്രനാഥ ടാഗോർ. ഓർത്ത് വെക്കുക, ഭാരത് മാത അബനീന്ദ്രനാഥ ടാഗോറാണ് എന്ന് ഓർത്ത്, ജലച്ചായമാണ്. അടുത്തത് നമുക്ക് പ്രധാനമായും ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങൾ നേതൃത്വം നൽകിയവരെയും കൂടി നോക്കാം. ഒന്ന്, പത്രങ്ങൾ നേതാക്കൾ. ഹിന്ദു സ്വദേശി മിത്രം പത്രമാരാണ്? ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ഹിന്ദുവും സ്വദേശി മിത്രവും ജി സുബ്രഹ്മണ്യ അയ്യറാണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ, ബോംബെ ഒരു സർദാർജിയാണെന്ന് ഓർക്കാവോ, ഫർദൂർജി മർസ്വാൻ. ബോംബെ സമാചാർ ഫർദൂർജി മർസ്വാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. ബാനർജി ഒരു ബംഗാളി അല്ലേ, അപ്പൊ ബംഗാളി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. നമ്മൾ അച്ചത്തിൽ കേൾക്കുന്ന ദാദാഭായ് നവറോജിയുടെ വാക്കുകളാണ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓം എന്ന ഓർക്കുക, ഓം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് മിസ്സിസ് ആനി ബസന്റ്. കോമൺവെൽത്ത് ന്യൂ ഇന്ത്യ. മിസ് ഇന്ത്യ എന്നൊക്കെ ഓർത്താ മിസ്സിസ് ആനി ബസന്റ് എന്ന് ഓർത്ത് വെക്കുക. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ചോദിക്കും, പഠിച്ചു വെക്കണം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ. ഭാരത് മാത, അതുപോലെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസ്. സതി എന്നും ഗ്രാമീണ ചെണ്ടക്കാരൻ ഇപ്പൊ പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്, ഓർത്തു വെക്കണം. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം അമൃത ഷേർഗിലാണ് വരച്ചത്. ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലാണ് വരച്ചതെന്ന് കൂടി ഓർക്കുക. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ചാണ് മാഡം ഭിക്കാജി കാമ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത്. മാഡം ഭിക്കാജി കാമ സ്റ്റഡ്ഗട്ട്, ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ട് 1907 എന്ന് ഓർക്കുക. അടുത്തത് കൃതികളും എഴുത്തുകാരും ഭാഷയുമാണ്. നമ്മുടെ പരീക്ഷയിൽ വളരെയധികം ചോദിച്ച ചോദ്യമാണ്. ഒന്ന്, ഗോര ഗീതാഞ്ജലി കൃതികൾ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഗോര എന്നും ഗീതാഞ്ജലിയും രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ഗോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ഒരു ബംഗാളിയാണ്, അതുകൊണ്ട് ബംഗാളി ഭാഷയിൽ രചിച്ചു. അടുത്തത് സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്ന് പറയുന്നത് പ്രേംചന്ദ്. പ്രേമത്തിന്റെ പ്രേമാശ്രമം, സേവാസദൻ, രംഗഭൂമി, ഗോദാൻ ഹിന്ദിയിൽ രചിച്ച കൃതികളാണ്. പ്രേംചന്ദ് ഹിന്ദിയിൽ രചിച്ചതാണ് സേവാസദനും പ്രേമാശ്രമവും രംഗഭൂമിയും ഗോദാനും.
അടുത്തത് സുബ്രഹ്മണ്യ ഭാരതി തമിഴിൽ രചിച്ചതാണ് പാഞ്ചാലി ശബദം. കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. ശബദവും കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതി. തമിഴിൽ സുബ്രഹ്മണ്യ ഭാരതി രചിച്ചതാണ് പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്. അന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ഉറുദു ഭാഷയിൽ അൽതാഫ് ഹുസൈൻ ഖാലി രചിച്ചതാണ് ഹയാത്ത് ഈ സാദിയും ഹയാത്തി ജവീദും. ഹയാത്തി ജവീദ് എന്ന് പറയുന്നത് അൽതാഫ് ഹുസൈൻ ഖാലി ഉറുദുവിൽ. നിബന്ധമാല വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കളാണ് നിബന്ധമാല രചിച്ചത് മറാത്തി ഭാഷയിൽ. ഇതാണ് മറാത്തി ഭാഷയിലാണെന്ന് ഓർക്കുക. നിബന്ധമാല മറാത്തി ഭാഷയിൽ വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ. അടുത്തത് മലയാള ഭാഷയിൽ രചിച്ചതാണ് എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നിങ്ങനെ വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ചതാണ് ഏതു ഭാഷ? മലയാള ഭാഷയിൽ രചിച്ച കൃതിയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു SSCRT എക്സ്പ്രസ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 20 മാർക്കോളം സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 10 മാർക്കിന് മുകളിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പൊ കൃത്യമായ പഠനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്കോർ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കൂ. കഴിഞ്ഞ 2 പരീക്ഷകളായിക്കോട്ടെ, നമ്മുടെ ഗാദി ബോർഡ് LDC ആയിക്കോട്ടെ, ഈ ഒരു ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങളുടെ എണ്ണം വളരെ കൂടുകയാണ്. ഒന്നാമത്തെ LDCയിൽ തന്നെ 32 ചോദ്യങ്ങളോളം നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ LDCയിൽ 34-35 ചോദ്യങ്ങളാണ് SCRT എന്നും NCRT എന്നും ഒക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ 32 മാർക്കും നമുക്ക് കരസ്ഥമാക്കണം. എത്രയാണ് ഇനി 35 മാർക്ക് വന്നാൽ 35 നമുക്ക് SCRTയിൽ നിന്ന് കവർ ചെയ്ത് വ്യത്യസ്തമാക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ പഠിപ്പിച്ചു പോകുന്നത്. ഇന്ന് തന്ന ഏരിയ കൃത്യമായി പഠിക്കുക. മറ്റ് ഇതിന്റെ ബാക്കിയൊക്കെ അടുത്ത ദിവസങ്ങളിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. കമന്റുകളും ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ പരീക്ഷ എഴുതുന്ന അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്